മുന്നണിയുടെ പിന്തുണയോടുകൂടിയാണ് ഞാൻ മത്സരിച്ചത് എന്നതുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ ജില്ലാ കേന്ദ്രവുമായി ബന്ധപ്പെടുക എന്നത് അവരുടെ ആഗ്രഹമാണ്, എൻ്റെ ഒരു ചുമതല കൂടിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ഓഫീസിൽ വരാനും കോൺഗ്രസിന്റെ നേതാക്കന്മാരുമായി സംസാരിക്കാനും സന്നദ്ധമായിട്ടുള്ളത്. എനിക്കെതിരെ CPM കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്ഷേപമുണ്ട്. ഞാൻ കോൺഗ്രസ്സായി എന്നാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ തന്നെ മാധ്യമങ്ങളോടെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എൻ്റെ സ്വതന്ത്രമായ നിലപാട് അതിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരു രീതിയിൽ എന്ത് പ്രചരണം നടത്തിയാലും അത് എന്നെ അറിയുന്ന ജനങ്ങൾക്ക് മുമ്പിൽ അത് ഏശില്ല എന്ന ബോധ്യം എനിക്കുണ്ടായിരുന്നു. ആ ബോധ്യം ശരിയാണ് എന്ന് കൂടി ഈ തെരഞ്ഞെടുപ്പ് വിജയം അത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. കാരണം അങ്ങനെ അവർക്ക് ബോധ്യമില്ലെങ്കിൽ അവരെനിക്ക് വോട്ട് ചെയ്യുമായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവർക്കും ആ കാര്യങ്ങൾ ബോധ്യമുണ്ട്. ഒരു സ്വതന്ത്രർ എന്ന രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ UDFന്റെ പിന്തുണ കൂടി ലഭിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ വിജയമുണ്ടായത് എന്നതുകൊണ്ട് UDFന്റെ നിലപാടിനനുസരിച്ചുള്ള ഒരു സമീപനവും എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് ഇതിന്റെ ഭാഗമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇപ്പം മുമ്പ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടു, തെറ്റ് തിരുത്തി മുന്നോട്ട് പോകും, എല്ലാ കമ്മിറ്റികളും ഉടൻ വിളിച്ചു ചേർക്കും എന്നൊക്കെയാണ് പറയുന്നത്. വിശ്വാസമുണ്ടോ അതിൽ? എത്രത്തോളം തിരുത്തും എന്നൊക്കെ ഇപ്പൊ പറയാൻ സാധിക്കില്ല. അനുഭവമാണ് ഏറ്റവും വലിയ ഗുരുനാഥൻ. 3 തവണ പാർട്ടി കേന്ദ്ര കമ്മിറ്റി തെറ്റുതിരുത്തൽ രേഖ അംഗീകരിച്ച് താഴെ തലം വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ രേഖയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ കടലാസിൽ കിടക്കുകയാണ് അതെല്ലാം. അത് പ്രാവർത്തികമാക്കാൻ ഇന്ന് വരെ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. തെറ്റ് ചെയ്യുന്നവർ തന്നെയാണ് തെറ്റ് തിരുത്താനുള്ള വിശദീകരണം താഴെ കമ്മിറ്റികളിൽ പോയി നൽകുന്നത്. എത്രത്തോളം തെറ്റ് തിരുത്തപ്പെടും എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ആ നിലയിലാണ് ആത്മാർത്ഥമായി തെറ്റ് തിരുത്താൻ കേരളത്തിലെ CPM നേതൃത്വം സന്നദ്ധമായാൽ അതവർക്കും കേരളത്തിനും ഗുണകരം എന്നതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. കാരണം അത് തിരുത്തുന്നില്ലെങ്കിൽ ബംഗാള് ആവർത്തിക്കും കേരളത്തിലും. കേരളത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെ ഇടതുപക്ഷത്തെ എതിർക്കുന്ന ആളുകൾ പോലും CPM കേരളത്തിൽ തകരണം എന്നാഗ്രഹിക്കുന്നവരല്ല. കാരണം ഇടതുപക്ഷം തകർന്നാൽ ആ സ്ഥലത്തേക്ക് കടന്നു വരുന്നത് തീവ്ര വലതുപക്ഷമാണ്. തീവ്ര വലതുപക്ഷം നാടിനാപത്താണ്. അതുകൊണ്ട് ഇടതുപക്ഷം തകരാൻ പാടില്ല എന്ന് ഇടതുപക്ഷ വിരോധികൾ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് CPMനെ നിലനിർത്താൻ CPM നേതൃത്വത്തിന് മാത്രമേ സാധിക്കൂ. അവർ തെറ്റ് തിരുത്തിയാൽ അത് അവർക്കും കേരളത്തിനും ഗുണകരമാകും എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. എൻ്റെ പുസ്തകത്തിൽ ആ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. വിശദമായി ഞാൻ പ്രതിപാദിക്കാൻ തയ്യാറായിട്ടില്ല. അതിൻ്റെ എല്ലാം സൂചനകൾ എൻ്റെ പുസ്തകത്തിലുണ്ട്.